എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു. പിന്നെ മഴയുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ് പിന്നെ വീഡിയോ ഒന്നും ഇടാഞ്ഞിട്ട്. റേഞ്ച് ഇല്ലാതെയും ക്ലിയർ ഇല്ലാതെയൊക്കെ ലൈവ് ഇടാഞ്ഞ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തിലായിരുന്നു. അപ്പോൾ എല്ലായ്പ്പോഴും ചിക്കൻ ബിരിയാണി ദമ്മിട്ടിട്ട് ഉള്ള ബിരിയാണി, ദമ്മ് ബിരിയാണി എന്ന് പറയില്ലേ, അതേപോലെ ഉള്ള ചിക്കൻ ഫ്രൈ ഒന്നും ചെയ്യാതെ അങ്ങനെയുള്ള ബിരിയാണി വെക്കാറ്. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ബിരിയാണിയാണ് കൂടുതൽ വെക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം ഞാനൊന്ന് വേറൊരു ഐറ്റം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാട്ടാ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ വെറുതെ ഒന്ന് ഉപ്പ് തിരുമ്പി മാത്രം, നൈസായിട്ടൊന്ന് ഉപ്പ് തിരുമ്പി കുറച്ച് നേരം വെച്ചതിന് ശേഷം അത് വെണ്ണയിലിട്ട് വറുത്തെടുത്ത് ഫ്രൈ ആക്കിയെടുത്ത്, എന്നിട്ട് അത് തന്നെ ദമ്മ് ബിരിയാണി അങ്ങനെ ആക്കിയിട്ട് വെച്ച് അതാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ കുട്ടികൾക്ക് അങ്ങനെ ബിരിയാണി മഞ്ഞ കളറായിട്ടിരിക്കണമെന്നും അതേപോലെ അങ്ങനെ ചുവന്ന കളറായിട്ടിരിക്കണമെന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ അങ്ങനെ മുളക് അതൊന്നും തേക്കില്ല. പിന്നെ വെറുതെ അങ്ങോട്ട് ഉപ്പ് മാത്രം തേച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യാറില്ല. അങ്ങനെയുള്ള അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അതായത് നമ്മൾ ഈ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് ഇങ്ങനെ ഉടയണ സംഭവം ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഒന്ന് അങ്ങനെ നോക്കിയതാണ്, നന്നാവുമോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഉണ്ടായത് എന്താ വെച്ചാൽ ഗ്രേവി ഉണ്ടാക്കിയത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഇറച്ചി കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതിന് കണക്കാക്കി ഞാൻ മസാല ഉണ്ടാക്കി. അപ്പോൾ ചോറിലേക്ക് അത് കൂടുതലാവുമെന്ന് തോന്നിയിട്ട് ഞാൻ അതിന് കുറച്ച് ആദ്യം മാറ്റി വെച്ചിട്ട് പിന്നെ ദമ്മിടുമ്പോൾ എന്ത് ചെയ്ത്, അവൾക്ക് ചോറിട്ടപ്പോൾ തോന്നി അത് തികയൂല, അത് പോരായിക വരും എന്ന് തോന്നിയപ്പോൾ ആ മാറ്റി വെച്ചത് വീണ്ടും ഇട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളറ് വ്യത്യാസം ചോറിന് വന്നിട്ടാണ്. ചോറിങ്ങനെ വെള്ളമായിട്ടിരുന്നില്ല, ഒരു മഞ്ഞ കളറായി. അപ്പോൾ ഇവിടുത്തെ പിള്ളേർക്കാണെങ്കിൽ ചോറ് മഞ്ഞയും ചുവപ്പൊന്നായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. അവിടെ ഒരു മഞ്ഞ കളറേ പാടുള്ളൂ. അതിനോട് ഇങ്ങനെ നന്നായി മഞ്ഞയായിട്ടിരിക്കണതും അല്ലെങ്കിൽ ചുവപ്പായിട്ടിരിക്കണതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെയും പോയി ബിരിയാണി തിന്നാൽ അത് ഇഷ്ടമാവില്ല. എനിക്കാണെങ്കിൽ ആദ്യമൊന്നും ബിരിയാണിയൊക്കെ അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ മെല്ലെ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ട് അങ്ങനെ 3-4 പ്രാവശ്യമൊക്കെ വെച്ചാൽ എന്ത് കാര്യം, അങ്ങനെ തന്നെയാണല്ലോ. 3-4 പ്രാവശ്യം നമ്മൾ ഫുഡ് ഉണ്ടാക്കി നോക്കിയാൽ അത് നന്നാവും. നമ്മൾക്കത് അറിയില്ല, അല്ലെങ്കിൽ അത് നമ്മൾ വെച്ചാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കി ശരിയാവാത്തത്. അപ്പോൾ ഇന്നാൾ ഞാൻ ചപ്പാത്തിയുടെ കഥ പറഞ്ഞ പോലെ കേട്ടാ. അപ്പോൾ ചപ്പാത്തി എപ്പോഴും ഉണ്ടാക്കില്ല, അതുകൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കി ശരിയാവാത്തത്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കി. പിന്നെ ഞാൻ ഫ്രൈ ചെയ്ത നമ്മൾ സാധാരണ ചിക്കൻ മുളകും ഇതൊക്കെ പുരട്ടി നമ്മൾ വറുത്തിട്ട് അങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ ഞാനങ്ങനെ ചോറും കറിയും അതും കൂടി ഒരുമിച്ചാക്കാറില്ല, വേറെ ആക്കാറ്. അപ്പോൾ അത് ആ ഇറച്ചിയിലിട്ട് കഴിഞ്ഞാൽ ചോറ് ചുവന്ന കളറാവും. അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ വെക്കാറില്ല. അപ്പോൾ ഞാൻ വേറെ ആക്കും. ഇത് ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല ഒന്നും തേക്കാതെ പച്ച ചിക്കൻ തന്നെ ഇട്ടിട്ടാണ് വെക്കൽ. അപ്പോൾ ഇതിപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാന്ന് മാത്രം, എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് ചോറ് അടിപൊളിയൊക്കെ ആയി എന്ന് പറഞ്ഞു, കുട്ടികൾ നല്ല ചോറായി. പിന്നെ എന്താ വെച്ചാൽ മസാല കൂടിപ്പോയതുകൊണ്ട് കുറച്ച് ഒരു മഞ്ഞ കളർ വന്നു മാത്രം. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല, ചോറൊക്കെ തികഞ്ഞ്. പിന്നെ ഞാൻ ബിരിയാണി വെക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഉള്ളവർക്ക് മാത്രം വെക്കണമെങ്കിൽ 1 കിലോ അരി പോലും തികച്ച് വേണ്ട വെക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഞാനങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് മാത്രം വെച്ചിട്ടൊന്നും വെക്കൂല. അപ്പോൾ ഇവിടെ അടുത്തൊക്കെ പിള്ളേരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ രാവിലെ ഉച്ചക്കും വേണം, വൈകുന്നേരത്തേക്കും വേണം. പിന്നെ കുട്ടികളാരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുപോകാനും കുറച്ച് വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു 2-3 കിലോ അരിയൊക്കെ വെക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തൊരു ചെമ്പുള്ളതാണെങ്കിൽ 2 കിലോ അരി, 3 കിലോ ഇറച്ചിയും 2 കിലോ അരി ചോറും അതിൽ വേവുള്ളൂ. അതിനൊക്കെ കൂടുതൽ ഇടാൻ പറ്റില്ല. അപ്പോൾ അത്ര തന്നെ വെക്കുള്ളൂ. അപ്പോൾ ആ ഒരു ചെമ്പിലേക്കുള്ളത് എപ്പോഴും വെക്കുമ്പോൾ ഞാൻ ഈ ഒരു ചെമ്പിലേക്കുള്ളത് വെക്കും.
കുട്ടികൾ എപ്പോഴെങ്കിലുമൊക്കെ തന്നെ വെക്കുള്ളൂ. ഈ പറഞ്ഞ പോലെ പിള്ളേർ വരുമ്പോൾ മക്കൾ വരുമ്പോൾ മാത്രമേ വെക്കുള്ളൂ. അപ്പോൾ അവരിപ്പോൾ വെക്കുമ്പോൾ നല്ല വെക്കും, എല്ലാവർക്കും 2-3 നേരമൊക്കെ തിന്നാനായിട്ടുള്ളത് വെക്കും. പിന്നെ എൻ്റെ അയൽവക്കത്തെ കുട്ടികളൊക്കെ, എൻ്റെ അടുത്ത് പിള്ളേർ വരുമ്പോൾ മക്കളൊക്കെ, എൻ്റെ കുടുംബത്തിലെ മക്കളൊക്കെ വരും. അപ്പോൾ പിന്നെ അവർക്കൊക്കെ ഉള്ളതായിട്ട് ഞാൻ വെക്കും. അപ്പം അങ്ങനെയാണ് എൻ്റെ ബിരിയാണി വെപ്പ്. അതിപ്പോൾ അടുപ്പത്തന്നെ വെക്കണമെങ്കിൽ ഗ്യാസുമ്മ വെക്കാനൊന്നും അറിയില്ല. ഗ്യാസുമ്മ വെച്ചാൽ ശരിയാവില്ല. ഞാൻ അടുപ്പത്തന്നെ വെക്കുക. അപ്പം ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിറക് കത്തിക്കുന്ന അടുപ്പ് എനിക്കുണ്ട് കേട്ടോ. പിന്നെ പുകയില്ലാത്ത അടുപ്പൊന്നുമല്ല, അതുകൊണ്ട് മറ്റേ സാധാ അടുപ്പ് തന്നെയാണ്. നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന അടുപ്പ് പോലത്തെ അടുപ്പ് തന്നെയാണ്. പിന്നെ അപ്പോൾ പിന്നെ പുകയൊക്കെ ശല്യമൊന്നും ഇല്ല കേട്ടോ എനിക്ക്. ഞാനത് നെറ്റൊക്കെ ഇട്ടിട്ടുള്ള എൻ്റെ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുള്ള വർക്ക് ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുകയൊന്നുമില്ല. പിന്നെ എനിക്ക് ഗ്യാസ് വെച്ചാലും സേഫ്റ്റി ഉണ്ട്. ഇനിയിപ്പോൾ എങ്ങാനും മക്കളെങ്ങാനും ഗ്യാസ് തുറന്നിട്ടാലും നമുക്ക് അത് കത്തിപ്പിടിക്കുമെന്നുള്ള പേടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ മസാല ഇട്ടത് കുറച്ച് കൂടി പോയി. എന്താ വെച്ചെങ്കിൽ തീ കത്തിയത് ക്യാമറ പിടിച്ചതും ഒക്കെ കൂടി ക്യാമറയുടെ ഉള്ളിലും പുക കടന്ന്, എൻ്റെ കണ്ണാടയുടെ ഉള്ളിലും പുക കടന്ന്, അങ്ങനെ മസാല ഇട്ടത് കുറച്ച് കൂടി പോയി. അതിൻ്റെ ഒരു ഇത് ചെറുതായിട്ടുണ്ടായിരുന്നു. അത് മോള് പറഞ്ഞുമ്പോൾ മസാല ഇട്ടതാവും മൊത്തം അങ്ങോട്ട് വീണില്ലേ, അതുകൊണ്ട് അതിൻ്റെ ആ മസാലയുടെ ചെറിയൊരു കുത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇട്ടാ. ഓക്കെ എന്നാൽ.